പാകിസ്ഥാന് നൽകിയ ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് നമുക്കെതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ചൈനയ്ക്ക് ക്ഷീണമാണെങ്കിൽ പോലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായുള്ള ഒരു ചൈനയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റിസോഴ്സിനെ മുഴുവൻ ഇന്ത്യ, കാരണം ചൈനയ്ക്കെതിരെ ഉയർന്നു വരാവുന്ന ഏറ്റവും വലിയ ശക്തി ഇന്ത്യയാണ്. അപ്പൊ ചൈനയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയുടെ റിസോഴ്സിനെ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലൂടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ പരമാവധി ശ്രദ്ധ, ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രീകരണം ഇതൊക്കെ പാകിസ്ഥാനിലേക്ക് പോയത്. കാരണം പാകിസ്ഥാനും നമ്മളും തമ്മിലുള്ള ഒരു ആയുധപരമായ ഒരു ഫൈറ്റാണ്. സത്യത്തിൽ ചൈനയായിട്ട് ആയുധപരമായ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും അതിനെ കൂടുതൽ വ്യാവസായികവും വാണിജ്യവുമായ ഒരു ഫൈറ്റാണ് ചൈനയുമായിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മുടെ റിസോഴ്സിനെ ചൈനക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്നതിന് നമ്മുടെ റിസോഴ്സിനെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് തള്ളിവിടാനാണ് ചൈന ശ്രമിക്കുന്നത്. അപ്പൊ ഇതാണ് ആഗോള തലത്തിലെ സ്ഥിതി. അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ എഴുതി തള്ളാൻ പറ്റില്ല. കാരണം ആയുധബലത്തിൽ പാകിസ്ഥാൻ വളരെ പിറകിലാണ്. പക്ഷെ പാകിസ്ഥാൻ എപ്പോഴും ഉയർന്നു വരാം. പിന്നെ പാകിസ്ഥാന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് മതപരമായ, അതിന്റെ പിറകെ ഒരു ഐഡിയോളജിക്കൽ ഒരു സംഘർഷമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അത് പാകിസ്ഥാനെ എപ്പോഴും പ്രകോപിപ്പിച്ച് നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആന്തരികമായ ഒരു കഴിവ് പാകിസ്ഥാനുണ്ട്. അത് അവരുടെ ഒരു മതപരമായ ഒരു വെറിയാണ്. അതേപോലെ തന്നെ എപ്പോഴൊക്കെ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവുന്നോ ആ സമയത്തൊക്കെ നമ്മുടെ സാമ്പത്തിക കേന്ദ്രീകരണം യുദ്ധരംഗത്തേക്ക് പോവുകയാണ്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു, ആയുധങ്ങൾ വാങ്ങേണ്ടി വരുന്നു, നമ്മുടെ സാമ്പത്തിക ചെലവുകൾ അങ്ങോട്ടേക്ക് മാറ്റുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന പാകിസ്ഥാനെ ഒരു കരിവാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ എപ്പോഴും പ്രഷർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു സ്വഭാവമാണ്.